ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റായ പത്മകുമാറിനെതിരെ SIT ദേവസ്വം മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയതും മനഃപൂർവ്വമാണ്. പിച്ചളപ്പാളി എന്നത് മാറ്റി ചെമ്പുപാളി എന്നെഴുതി. ഇതിന് പിന്നാലെയാണ് പോറ്റിക്ക് പാളികൾ കൈമാറിയത്. തന്ത്രി അനുമതി നൽകിയെന്ന പത്മകുമാറിന്റെ വാദം തെറ്റെന്നും SIT. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർത്ത് ഹൈക്കോടതിയിലാണ് SITയുടെ സത്യവാങ്മൂലം. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, നേരത്തെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് SITയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ക്രിമിനൽ ഗൂഢാലോചന പ്രതികൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയെന്ന കണ്ടെത്തലുണ്ടായിരുന്നു. ഇപ്പോഴിതാ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനെതിരെയും ഗുരുതരമായ കണ്ടെത്തൽ വരുന്നു. അതായത് ഈ മിനിറ്റ്സ് തിരുത്തിയത് മനഃപൂർവ്വം, അത് ഈ പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടി തന്നെയെന്ന് കണ്ടെത്തലിലാണോ SIT ഉള്ളത്? ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഹൈക്കോടതിയിൽ 2 ജാമ്യാപേക്ഷകളാണ് വന്നത്. ഒന്ന് ഗോവർദ്ധന്റെയും അതോടൊപ്പം തന്നെ പത്മകുമാറിന്റെയും. ഗോവർദ്ധന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടുള്ള ഒബ്ജക്ഷൻ റിപ്പോർട്ടിലാണ് നേരത്തെ ക്രിമിനൽ ഗൂഢാലോചന നടന്നു, വിശാലമായ പദ്ധതി രൂപീകരിച്ചു എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഗോവർദ്ധന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് SIT അറിയിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പത്മകുമാറിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് SIT ഒരു എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പത്മകുമാർ ഈ ദേവസ്വം മിനിറ്റ്സിൽ മനഃപൂർവ്വം തിരുത്തൽ വരുത്തിയിട്ടുണ്ട് എന്നാണ്. അതായത് നേരത്തെ പറഞ്ഞത് ഇതൊരു ബോർഡിന്റെ തീരുമാനമായിരുന്നു, തനിക്ക് സ്വന്തമായ ഒരു ഉത്തരവാദിത്തമില്ല, താൻ സ്വന്തമായി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടില്ല എന്നതുൾപ്പെടെയുള്ളതായിരുന്നു. പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് SIT പറയുന്നത് പത്മകുമാർ സ്വന്തം നിലയ്ക്ക് ബോധപൂർവം പിത്തളപ്പാളി എന്നത് മാറ്റി ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തു എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് കൃത്യമായി തന്നെ ഈ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നിട്ടുണ്ട്. മാത്രമല്ല അനുവദിക്കുന്നു, ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അനുവദിക്കുന്നു എന്നൊരു കൂടി അതിനകത്ത് എഴുതി ചേർത്തു. അതിനർത്ഥം സ്വന്തമായി അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ഗൂഢാലോചനയില്ലാതെ മറ്റു പ്രതികൾ ഉൾപ്പെടെ പത്മകുമാർ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ ഉൾപ്പെടെ വാദിച്ചൊരു കാര്യം കൂട്ടായ ഒരു തീരുമാനത്തിന്റെ പുറത്താണ് അത്തരത്തിൽ ആ മിനിറ്റ്സിൽ ഒപ്പിട്ടത് എന്നാണ്. പക്ഷേ അതിനകത്ത് പത്മകുമാറിന് സ്വന്തമായി ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് കുറെ കൂടി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും മറ്റു കൂടിയാലോചനകളില്ലാതെ അനുവദിക്കുന്നു, ഇത് കൊടുത്തുവിടാൻ അനുവദിക്കുന്നു, പോറ്റിയുടെ കൈവശം കൈമാറാൻ അനുവദിക്കുന്നു എന്ന് ബോധപൂർവം അതിനകത്ത് എഴുതി ചേർത്തു എന്നുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് പിന്നീട് പോറ്റിക്ക് ഈ പാളികൾ കൈമാറുകയും ചെയ്തത്. ഒപ്പം തന്നെ മറ്റൊരു വാദം പത്മകുമാർ ഉയർത്തിയത് തന്ത്രിയുടെ അനുജ്ഞയുണ്ടായിരുന്നു, തന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ മാറ്റണം അല്ലെങ്കിൽ അത് വീണ്ടും സ്വർണ്ണ പൂഷണമെന്ന് തന്ത്രിയുടെ ഒരു അനുജ്ഞയുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ വാദവും കൃത്യമായി തന്നെ SIT തള്ളുകയാണ്. തന്ത്രി അനുമതി നൽകിയെന്ന പത്മകുമാറിന്റെ വാദം തെറ്റാണ് എന്ന് വളരെ കൃത്യമായി തന്നെ SIT കോടതിയിൽ അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ തന്ത്രി അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രേഖകൾ ഇതിനകം തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ തീരുമാനമെടുത്തത് പത്മകുമാറാണ്. മറ്റുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് ആ തീരുമാനത്തിനുമേൽ അല്ലെങ്കിൽ പത്മകുമാറിന്റെ ആവശ്യത്തിനുമേൽ വഴങ്ങേണ്ടി വന്നു എന്ന് വേണമോ വിലയിരുത്താൻ? തീർച്ചയായും ഒരു ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സുപ്രധാന പദവി ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ മറ്റു ആളുകൾക്ക് കൂടി ഇതിനകത്ത് പ്രസിഡന്റിന്റെ തീരുമാനത്തിനൊപ്പം ഇതൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി പത്മകുമാറിന്റെ ഇൻവോൾവ്മെന്റ് കൃത്യമായി തന്നെ ഇതിനകത്തുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി സാധൂകരിക്കുന്നു. അങ്ങനെ പത്മകുമാറിന് ഇത് സ്വന്തമായി ഏതെങ്കിലും തരത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, പകരം കൂട്ടായ ഒരു ബോർഡിന്റെ ഒരു പൊതുവായ തീരുമാനം അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വാദം എന്ന നിലയ്ക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയില്ല എന്നാണ് SIT പറയുന്നത്. 2 കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. ഒന്ന്, ഈ പിത്തളപ്പാളി എന്ന് മാറ്റി ചെമ്പുപാളി എന്ന് എഴുതിയത് അത് ഏതെങ്കിലും തരത്തിൽ അറിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ബോധപൂർവം അതിനകത്ത് തിരുത്തൽ വരുത്തി എഴുതി ചേർത്തു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ അനുവദിക്കുന്നു, കൊടുത്തുവിടാൻ, അങ്ങനെ ഇരിക്കെ തന്നെ കൊടുത്തുവിടാൻ അനുവദിക്കുന്നു എന്ന് എഴുതിയത് ബോധപൂർവമാണ്. രണ്ടാമത്തെ കാര്യം തന്ത്രിയുടെ ആവശ്യപ്രകാരം അനുജ്ഞപ്രകാരമാണ് എന്നതുൾപ്പെടെയുള്ള വാദം അതുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഏതെങ്കിലും തന്ത്രി മഹ്സറിൽ ഒപ്പിട്ടതിനോ അല്ലെങ്കിൽ ഈ തന്ത്രി ഇങ്ങനെ ഒരു അനുജ്ഞ നൽകിയതിനോ ഒരു രേഖയും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെയുള്ളതാണ് എന്തായാലും ഈ ഹൈക്കോടതിയിലെ സത്യവാങ്മൂലത്തിൽ ഉള്ളത്. ദിവ്യ, എന്തായാലും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിലാണ് SITയുടെ സത്യവാങ്മൂലമുള്ളത്.